നമസ്കാരം. ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക്. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും ദിവസങ്ങളിൽ മലേഷ്യ സന്ദർശിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മലേഷ്യൻ സന്ദർശനം തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിൽ വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പാണ്. ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം സമഗ്രമായ നയതന്ത്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രതിരോധം, സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇത് കൂടുതൽ ശക്തമാക്കും. വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി നിരവധി ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുന്നുണ്ട്. ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് ഇന്ത്യയുടെ UPI മലേഷ്യയിൽ വ്യാപിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പ്രാദേശിക കറൻസികളിൽ, അതായത് രൂപയിലും റിംഗിറ്റിലും വ്യാപാരം നടത്തുന്ന ചർച്ചകളിൽ പ്രധാനമാണ്. ഇത് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും. ഇതുകൂടാതെ സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്തും മലേഷ്യയുമായുള്ള പങ്കാളിത്തം ഇന്ത്യക്ക് മുതൽക്കൂട്ടാകും. സെമി കണ്ടക്ടർ അഥവാ ചിപ്പ് നിർമ്മാണ രംഗത്ത് മലേഷ്യക്ക് വലിയ പരിചയ സമ്പത്തുണ്ട്. ഈ മേഖലയിൽ ഇന്ത്യയുമായി സഹകരിക്കാനും ഇന്ത്യയിൽ നിക്ഷേപം നടത്താനും മലേഷ്യൻ കമ്പനികളെ പ്രധാനമന്ത്രി ക്ഷണിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യ കൈമാറുന്നതിലൂടെ ഇന്ത്യയുടെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിക്ക് ഇത് വലിയ കരുത്താകും. പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസങ്ങളും സാങ്കേതിക സഹകരണവും വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇന്ത്യ നിർമ്മിക്കുന്ന തേജസ് യുദ്ധവിമാനങ്ങൾ മലേഷ്യൻ വ്യോമസേനയ്ക്ക് നൽകുന്നത് സംബന്ധിച്ച ചർച്ചകളും ഈ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ചും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏറെ ശുഭകരമായ സൂചനയാണ്. മലേഷ്യയിലുള്ള വലിയൊരു വിഭാഗം ഇന്ത്യൻ വംശജരുമായി പ്രധാനമന്ത്രി സംവദിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരികമായ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനും വിസ നടപടികൾ ലഘൂകരിക്കുന്നതിനും ഈ സന്ദർശനം സഹായിക്കും. പ്രധാനമന്ത്രിയുടെ മലേഷ്യൻ സന്ദർശനം വെറും ഒരു ഔദ്യോഗിക സന്ദർശനമല്ല എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. മറിച്ച് ഇന്ത്യയുടെ വരാനിരിക്കുന്ന വലിയ വ്യാപാര മുന്നേറ്റങ്ങളുടെ അടിത്തറ കൂടിയാണ്. ചൈനയ്ക്ക് ബദലായി ഇന്ത്യയും മലേഷ്യയും മാറുമെന്നതിന്റെ സൂചന കൂടിയാണ് ഈ സന്ദർശനം. ലോകത്തെ വൻകിട കമ്പനികളെല്ലാം ഇപ്പോൾ ചിപ്പ് നിർമ്മാണത്തിനായി ചൈനയെ മാത്രം ആശ്രയിക്കുന്ന രീതി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇതിനെയാണ് China+1 എന്ന് വിളിക്കുന്നത്. ഇന്ത്യയും മലേഷ്യയും കൈകോർക്കുമ്പോൾ കമ്പനികൾക്ക് ചൈനയ്ക്ക് പകരം വിശ്വസിക്കാവുന്ന മറ്റൊരു വലിയ കേന്ദ്രമായി ഈ സഖ്യം മാറും. സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ മലേഷ്യ ലോകത്തെ മുൻനിര രാജ്യങ്ങളിൽ ഒന്നാണ്. മലേഷ്യയുമായുള്ള സഹകരണം വഴി ചിപ്പ് നിർമ്മാണത്തിലുള്ള അസംസ്കൃത വസ്തുക്കളും സാങ്കേതിക വിദ്യയും എളുപ്പത്തിൽ ലഭ്യമാക്കും. ഇത് ഇന്ത്യയെ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറ്റാൻ സഹായിക്കും. വരാനിരിക്കുന്ന അമേരിക്കൻ വ്യാപാര കരാറുകളിൽ ഇന്ത്യക്ക് കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഈ കൂട്ടുകെട്ട് സഹായിക്കും. ഇന്ത്യയും മലേഷ്യയും തദ്ദേശീയ കറൻസികളിൽ വ്യാപാരം നടത്താൻ തീരുമാനിച്ചത് വലിയൊരു മാറ്റമാണ്. റഷ്യയുമായി എണ്ണ കച്ചവടത്തിൽ ഇന്ത്യ നേരിടുന്ന പേയ്മെന്റ് പ്രതിസന്ധികൾക്ക് സമാനമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മലേഷ്യയുമായുള്ള ഈ മാതൃക സഹായിക്കും. മറ്റ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായും ഇത്തരം കരാറുകളിൽ ഏർപ്പെടാൻ ഇന്ത്യക്ക് ഇത് വലിയ പ്രചോദനമാണ്. ഈ സന്ദർശനത്തിലൂടെ ഇന്ത്യക്ക് ഉണ്ടാകുന്ന മറ്റൊരു നേട്ടം വ്യാപാര കരാറുകളിലെ മേൽക്കൈയാണ്. അടുത്തിടെ അമേരിക്ക ഇന്ത്യയുടെ മേലുള്ള നികുതി 18% കുറച്ചിരുന്നു. മലേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇത് 19%. മലേഷ്യയുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ ഈ മേഖലയിലെ മറ്റ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ നിക്ഷേപം ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ നമുക്ക് സാധിക്കും. ഇത് ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇതിനു പുറമെ മലേഷ്യയിൽ UPI നടപ്പാക്കുന്നത് വഴി ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള പണമിടപാടുകൾ വേഗത്തിലാകും. ഇത് ചെറുകിട വ്യാപാരികൾക്കും വിനോദസഞ്ചാരികൾക്കും വലിയ സഹായമാകും. ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകുകയും ചെയ്യും. ചുരുക്കത്തിൽ മലേഷ്യയുമായുള്ള ഈ സൗഹൃദം ഇന്ത്യയെ ആഗോള വിതരണ ശൃംഖലയിൽ ഒരു പ്രധാന കക്ഷിയാക്കി മാറ്റും. ഇത് അമേരിക്കയുമായും യൂറോപ്യൻ യൂണിയനുമായും നടക്കാനിരിക്കുന്ന വലിയ വ്യാപാര ചർച്ചകളിൽ ഇന്ത്യയുടെ നിലപാട് കൂടുതൽ ശക്തമാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം ഇന്ത്യയുടെ സെമി കണ്ടക്ടർ പ്രതിരോധ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടത്തിനാണ് വഴിയൊരുക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ ലോകത്തെ തന്നെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായ മലേഷ്യയുടെ സാങ്കേതിക തികവും പരിചയ സമ്പത്തും ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മിഷൻ 2.0 എന്ന പദ്ധതിക്ക് വലിയ കരുത്താകും. ചിപ്പ് നിർമ്മാണത്തിന് ആവശ്യമായ അസംബ്ലിംഗ്, ടെസ്റ്റിംഗ് മേഖലകളിൽ മലേഷ്യൻ കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതോടെ ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇന്ത്യക്ക് സാധിക്കും. പ്രതിരോധ രംഗത്ത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ മലേഷ്യക്ക് നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഈ സന്ദർശനത്തിൽ കൂടുതൽ പ്രാധാന്യമർഹിക്കും. ഇരു രാജ്യങ്ങളും റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ അവയുടെ അറ്റകുറ്റപ്പണികൾക്കായി ഇന്ത്യയുടെ സഹായം മലേഷ്യ തേടുന്നുണ്ട്. ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുടെ UPI സംവിധാനം മലേഷ്യയിൽ അവതരിപ്പിക്കുന്നതോടെ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ ലളിതമാകുകയും ഡോളറിന് പകരം രൂപയും റിംഗിറ്റും ഉപയോഗിച്ച് വ്യാപാരം നടത്താനുള്ള തീരുമാനം ആഗോള വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഈ സന്ദർശനം സാങ്കേതികവും സൈനികവുമായ സഹകരണത്തിലൂടെ
തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ കരുത്തുറ്റതാക്കാൻ സഹായിക്കും. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം പ്രധാനമന്ത്രിയുടെ മലേഷ്യൻ സന്ദർശനത്തിനോടനുബന്ധിച്ച് വിസ നടപടികളിൽ പ്രഖ്യാപിച്ച വലിയ ഇളവുകളാണ്. ഇന്ത്യൻ സഞ്ചാരികൾക്ക് മലേഷ്യ നൽകി വന്നിരുന്ന വിസ രഹിത പ്രവേശനം 2026 ഡിസംബർ 31 വരെ നീട്ടിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് വിസ ഇല്ലാതെ തന്നെ 30 ദിവസം വരെ മലേഷ്യയിൽ തങ്ങാൻ സാധിക്കും. വിനോദസഞ്ചാര മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനുമാണ് ഈ തീരുമാനം. വരാനിരിക്കുന്ന മാസങ്ങളിൽ മലേഷ്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ്. പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ സന്ദർശന വേളയിൽ പ്രവാസികൾക്കായി ചില പ്രത്യേക ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലേഷ്യയിലെ ഇന്ത്യൻ വംശജരായ വ്യക്തികൾക്ക് ഇന്ത്യയുടെ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡിന് അപേക്ഷിക്കാനുള്ള അർഹത 6ാം തലമുറ വരെയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരാളുടെ മുത്തശ്ശിയുടെ മുത്തശ്ശിയോ മുത്തശ്ശനോ ഇന്ത്യക്കാരനായിരുന്നു എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ ആ വ്യക്തിക്കും ഇപ്പോൾ OCI കാർഡിന് അപേക്ഷിക്കാവുന്നതാണ്. ഇത് മലേഷ്യയിൽ സ്ഥിരതാമസമാക്കിയ ലക്ഷക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ഗുണകരമാകും. കൂടാതെ തൊഴിൽ വിസയുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടുതൽ സുതാര്യമാക്കാനും ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ വിസ അപേക്ഷകൾ വേഗത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും മോദിയും തമ്മിലുള്ള ചർച്ചകളിൽ സാംസ്കാരിക വിനിമയത്തിനും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ വിമാന സർവീസുകൾ ആരംഭിക്കാനും വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും തീരുമാനമായി. വരും ദിവസങ്ങളിൽ വിസ നടപടികളിൽ കൂടുതൽ ലഘൂകരണം ഉണ്ടായേക്കുമെന്നും സൂചനകളുണ്ട്. ഇതൊക്കെയാണെങ്കിലും നരേന്ദ്രമോദിയുടെ മലേഷ്യൻ സന്ദർശനത്തെ ആഗോള ശക്തികൾ വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. അമേരിക്ക ഈ നീക്കത്തെ തങ്ങളുടെ ഇൻഡോ പസഫിക് നയത്തിന്റെ ഭാഗമായാണ് കാണുന്നത്. ചൈനയുടെ സ്വാധീനം കുറയ്ക്കാൻ ഇന്ത്യ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് അമേരിക്ക സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ മലേഷ്യയുമായി സാങ്കേതിക പ്രതിരോധ മേഖലകളിൽ സഹകരിക്കുന്നത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് അവർ കരുതുന്നുണ്ട്. പ്രത്യേകിച്ചും സെമി കണ്ടക്ടർ ശൃംഖലയിൽ ചൈനയെ മാറ്റി നിർത്താൻ ഇന്ത്യയും മലേഷ്യയും കൈകോർക്കുന്നത് അമേരിക്കയ്ക്കും വലിയ താല്പര്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചൈന ഈ സന്ദർശനത്തെ ഏറെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ദക്ഷിണ ചൈന കടലിൽ അവകാശവാദം ഉന്നയിക്കുന്ന ചൈനയ്ക്ക് ഇന്ത്യ മലേഷ്യയുമായി മാരിടൈം സെക്യൂരിറ്റി അഥവാ കടൽ സുരക്ഷാ കരാറുകളിൽ ഏർപ്പെടുന്നത് വെല്ലുവിളിയാണ്. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം തങ്ങളുടെ സ്വാധീന മേഖലയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് ചൈനീസ് മാധ്യമങ്ങൾ ഇതിനകം സൂചിപ്പിച്ചിട്ടുണ്ട്. മലേഷ്യയുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ സഹകരണം തടയാൻ ചൈന നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്താനും സാധ്യതയുണ്ട്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർശനത്തിന് മറ്റൊരു തലം കൂടിയുണ്ട്. ഇന്ത്യയും മലേഷ്യയും റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണ്. ഈ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഇന്ത്യയിൽ ഒരു കേന്ദ്രം തുടങ്ങുന്നത് റഷ്യൻ പ്രതിരോധ ഉപകരണങ്ങളുടെ വിപണി നിലനിർത്താൻ സഹായിക്കും. എന്നാൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യ റഷ്യൻ എണ്ണ ഒഴിവാക്കി മലേഷ്യയുമായും മറ്റും കൂടുതൽ ഊർജ്ജ കരാറുകളിൽ ഏർപ്പെടുമോ എന്ന കാര്യത്തിൽ റഷ്യക്ക് ചെറിയ സംശയവുമുണ്ട്. മലേഷ്യയുടെ അയൽ രാജ്യങ്ങളായ സിംഗപ്പൂർ, ഇന്തോനേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ ഈ സന്ദർശനത്തെ ഏറെ പോസിറ്റീവായാണ് കാണുന്നത്. ഇന്ത്യയും മലേഷ്യയും തമ്മിൽ പ്രാദേശിക കറൻസിയിൽ വ്യാപാരം നടത്തുന്നത് വിജയിച്ചാൽ തങ്ങൾക്കും സമാനമായ രീതിയിൽ ഇന്ത്യയുമായി ഇടപാടുകൾ നടത്താൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഇത് ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഡോളറിനെ ആശ്രയിക്കാത്ത ഒരു സാമ്പത്തിക ക്രമം രൂപപ്പെടാൻ സഹായിക്കും. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഈ നീക്കം ആഗോള തലത്തിൽ വലിയൊരു നയതന്ത്ര യുദ്ധത്തിനാണ് വഴി തുറക്കുന്നത്. ചൈനയെ പ്രതിരോധിക്കാൻ അമേരിക്കയും ഇന്ത്യയും ഒന്നിക്കുമ്പോൾ തങ്ങളുടെ പഴയ സഖ്യകക്ഷിയായ ഇന്ത്യയെ നിലനിർത്താൻ റഷ്യയും ശ്രമിക്കുന്നു. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.